ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശവും ഓർമ്മപ്പെടുത്തുന്ന മെയ് ദിനം തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പോരാട്ട ചരിത്രത്തെയും നേട്ടങ്ങളെയും അനുസ്മരിക്കുന്നതാണ് ഓരോ തൊഴിലാളി ദിനവും. തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെ ദിനമാണ് മെയ് 1. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. സർവരാജ്യ തൊഴിലാളികളെ. ത്യാഗവും സഹനവും നിറഞ്ഞ തൊഴിലാളി സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും സമർപ്പണത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ചരിത്രത്തിൽ മാറ്റത്തിന്റെ അലയൊലികൾ തീർത്ത ദിവസമാണ് ഇന്ന്. ലോകമാകെയുള്ള തൊഴിലാളികളെ കോർത്തിണക്കുന്ന വർഗബോധത്തിന്റെ മഹത്വം മെയ് ദിനം ഓർമ്മപ്പെടുത്തുന്നു. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ തൊഴിലാളികളുടെ അവകാശങ്ങളുടെ പോരാട്ടങ്ങളിൽ നിന്നാണ് തൊഴിലാളി ദിനത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. തൊഴിലാളികളും പോലീസും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടന്ന് രക്തച്ചൊരിച്ചിലുണ്ടായി. ലോകമെമ്പാടുമുള്ള തൊഴിലാളികളെ ഈ കലാപം ഇളക്കിമറിച്ചു. അവകാശ പോരാട്ടത്തിനായി അവർ തെരുവുകളിലേക്ക് ഇറങ്ങി. ലോകത്തെ ഞെട്ടിച്ച ഈ കലാപമാണ് പിന്നീട് അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിന് പിറകിൽ. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പോരാട്ടങ്ങളെയും ഹേമാർക്കറ്റ് കൂട്ടക്കൊലയെയും അനുസ്മരിച്ച് അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസ് 1899 മെയ് 1 തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചു. പിന്നീട് ഒരു വർഷത്തിന് ശേഷം 1890 ഔദ്യോഗികമായി ആദ്യ തൊഴിലാളി ദിനം ആചരിച്ചത്. തൊഴിലാളി വർഗത്തിന്റെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് ആദ്യ ദിവസം തൊഴിലാളി ദിനമായി ആചരിക്കുന്നു. 8 മണിക്കൂർ ജോലി സമയത്തിനും തുല്യമായ വേതനത്തിനും വേണ്ടി പോരാടിയ 19-ാം നൂറ്റാണ്ടിലെ തൊഴിലാളി പ്രസ്ഥാനത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ലോകത്തിലെ 80-ലേറെ രാജ്യങ്ങളിൽ മെയ് ദിനം അവധിയാണ്. ലോകമെങ്ങും മെയ് ദിന റാലികൾ ഉൾപ്പെടെ നിരവധി പരിപാടികളും നടക്കും. മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ തൊഴിൽ സാഹചര്യവും തുല്യ അവസരവും ന്യായമായ വേതനവും ഓരോ തൊഴിലാളിയുടെയും അവകാശമാണ്. സാമൂഹിക നീതിയെയും സമ്പദ് വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുന്ന തൊഴിൽ രംഗത്തെ ക്രിയാത്മകമായ മാറ്റങ്ങളിലൂടെ പുരോഗതിയുടെ പാതയ്ക്കായി നമുക്ക് തുടർന്നും പ്രവർത്തിക്കാം. ഇടുക്കി വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും മെയ് ദിന ആശംസകൾ.